ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുന്നു, ജപമാല സന്തോഷത്തിന്റെ നിമിഷങ്ങളിലും പ്രയാസത്തിന്റെ നിമിഷങ്ങളിലും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ വലിയ മരിയ ഭക്തനായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലും പാപ്പയായി സേവനം ചെയ്ത കാലത്തും പരിശുദ്ധ മാതാവിന്റെ വലിയ സംരക്ഷണം ഉണ്ടായിരുന്നു. നന്നേ ചെറുപ്പത്തിലെ തന്റെ അമ്മയെ നഷ്ടമായ പാപ്പ പരിശുദ്ധ മാതാവിനെ തന്റെ സ്വന്തം അമ്മയായി കണ്ടിരുന്നു. തന്റെ എല്ലാ ദുഃഖങ്ങളും സന്തോഷങ്ങളും പരിശുദ്ധ അമ്മയുമായി പങ്കുവച്ചിരുന്നു. അലി അക്കിയുടെ വെടിയേറ്റ സന്ദർഭത്തിൽ മാതാവ് അദ്ദേഹത്തിന്റെ ജീവനെ എപ്രകാരം സംരക്ഷിച്ചു എന്ന് ലോകം മുഴുവൻ കണ്ടതാണല്ലോ. വെടിയേറ്റ് ആശുപത്രിയിലായിരുന്നപ്പോൾ മറിയം എന്നെ സംരക്ഷിക്കും എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ മരുന്നായി തീർന്നു. ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങളും ആവശ്യങ്ങളുമായി ജപമാലയെ ബന്ധപ്പെടുത്തുവാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. ജപമാല രഹസ്യം ചൊല്ലുമ്പോൾ നിയോഗം വെച്ച് അതുമായി ബന്ധപ്പെട്ട ബൈബിൾ ഭാഗം ധ്യാനിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജോൺ പോൾ രണ്ടാമൻ പാപ്പ ജപമാല ചൊല്ലുന്നത് കണ്ട് തന്റെ മരിയ ഭക്തി വർദ്ധിച്ചതായി ഫ്രാൻസിസ് പാപ്പ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ജപമാല നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറണം. വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ സഭ നിർദ്ദേശിക്കുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ജപമാല. ജപമാല ഒരു സംരക്ഷണ കോട്ടയാണ്. പാപ്പയുടെ പോലെ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലും ദുഃഖത്തിന്റെ നിമിഷങ്ങളിലും ജപമാല നമ്മോടൊപ്പം ഉണ്ടായാൽ പരിശുദ്ധ മാതാവ് നമ്മോടൊപ്പം അമ്മയായി എന്നും ഉണ്ടാകും. ആമേൻ.